നമസ്കാരം. എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു ഞായറാഴ്ച കിട്ടി എന്ന് വിചാരിക്കുന്നു. ലേൺ വിത്ത് ഫെയ്ത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിൽ നമ്മൾ ആശയവിനിമയം, അതിൻ്റെ രീതികൾ, അതിൻ്റെ തത്വങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ആശയവിനിമയം ഫലപ്രദമാക്കാനുള്ള മറ്റ് 5 തത്വങ്ങൾ കൂടി പരിശോധിക്കുകയാണ്. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വെച്ച ആ ആദ്യത്തെ 5 തത്വങ്ങൾ ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കാം. പ്രിൻസിപ്പിൾ ഓഫ് സിംപ്ലിസിറ്റി, ലാളിത്യം എന്ന തത്വം. പ്രിൻസിപ്പിൾ ഓഫ് ക്ലാരിറ്റി, വ്യക്തത എന്ന തത്വം. പ്രിൻസിപ്പിൾ ഓഫ് ബ്രെവിറ്റി, മിതത്വം എന്ന തത്വം. പ്രിൻസിപ്പിൾ ഓഫ് ആക്യുറസി, കൃത്യത. ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് പ്ലാനിംഗ്, ആസൂത്രണം. ഈ 5 വാക്കുകൾ ഓർത്തിരിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിനോടുകൂടി 5 എണ്ണം കൂടി ഇന്ന് നമ്മൾ ചേർത്ത് വയ്ക്കുകയാണ്. The 6th principle for effective communication is the principle of attentiveness or alertness. ശ്രദ്ധയോടെ ഇരിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക. ജാഗ്രത എന്ന തത്വം എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ മലയാളത്തിൽ പറയാം. അതായത് ഒരു ആശയവിനിമയം ഫലപ്രദമാകണമെങ്കിൽ ആശയം വിനിമയം ചെയ്യുന്നയാളും സ്വീകർത്താവും, ദാതാവും സ്വീകർത്താവും ഒരേപോലെ ശ്രദ്ധാലുക്കളായിരിക്കണം. സംവദിക്കുന്നയാള് എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം? നേരത്തെ ആദ്യം പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം. ലളിതമാണോ, വ്യക്തമാണോ, കൃത്യമാണോ, മിതമാണോ, കാര്യങ്ങൾ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തതിന് ശേഷമാണോ ഈ ആശയവിനിമയം നടത്തുന്നത്? ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കണം. സ്വീകർത്താവാണെങ്കിലോ തരുന്ന സന്ദേശം അല്ലെങ്കിൽ ലഭിക്കുന്ന സന്ദേശം, അത് കേൾക്കുന്നതായിക്കോട്ടെ വായിച്ചറിയുന്നതായിക്കോട്ടെ, ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ ശ്രദ്ധിക്കണം, ഇതെന്തിനെ കുറിച്ചാണ്, എപ്പോഴാണ്, എവിടെയാണ്, ആരൊക്കെയാണ് പങ്കെടുക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്വീകർത്താവും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ അലർട്ട് അല്ലെങ്കിൽ അറ്റൻറ്റീവ് ആയിട്ടിരിക്കുമ്പോൾ മാത്രമേ ഒരു ആശയവിനിമയം ഫലവത്താകൂ എന്നതാണ് 6ാമത്തെ തത്വം, ജാഗ്രത എന്ന തത്വം. പ്രിൻസിപ്പിൾ ഓഫ് അലർട്ട്നെസ് ഓർ അറ്റൻറ്റീവ്നെസ്, ശ്രദ്ധ പുലർത്തണം വളരെയധികം. അതല്ലെങ്കിൽ നമ്മൾ പണ്ട് നമ്മുടെ പഴമക്കാരൊക്കെ പറയുന്നത് പോലെ ചക്ക എന്ന് പറയുമ്പോൾ ചുക്ക് എന്ന് കേൾക്കും. അത് ആശയവിനിമയത്തിന്റെ ഫലപ്രാപ്തിയെ സാരമായി ബാധിക്കും എന്ന് ചുരുക്കം. I hope it is clear to you. So, be very alert, be very attentive while sending and receiving messages or communication. That's it. Moving on to the 7th principle, that is the principle of feedback. അതായത് പ്രതികരണം എന്ന തത്വം. It is this feedback that makes it clear to the sender whether the communication was effective or not. It depends upon the feedback to find out whether the message was communicated effectively or not എന്ന് വേണമെങ്കിലും പറയാം. പ്രതികരണത്തെ ആശ്രയിച്ചാണ് അല്ലെങ്കിൽ പ്രതികരണത്തിൽ നിന്നാണ് ആ ആശയം വിനിമയം ചെയ്തയാൾ മനസ്സിലാക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞ ആശയം ഉദ്ദേശിച്ച അതേ രീതിയിൽ വിനിമയം ചെയ്യപ്പെട്ടുവോ, ദാതാവ് ഉദ്ദേശിച്ച രീതിയിൽ തന്നെ അത് സ്വീകർത്താവ് സ്വീകരിച്ചുവോ, ഉൾക്കൊണ്ടുവോ എന്ന് മനസ്സിലാകണമെങ്കിൽ പ്രതികരണം അതനുസരിച്ചിട്ടുള്ളതായിരിക്കണം. So that's about feedback. You must get a feedback. Once you communicate something,
you must get a feedback, and it is the feedback that makes it clear to you whether the process of communication was effective or not. That's all about feedback. നമ്മൾ ഫോണിലൊക്കെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വ്യക്തമാകാതെ വരും. ചാനൽ പ്രശ്നങ്ങൾ കൊണ്ടോ അതല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായ വാക്കുകൾ നമ്മൾ കേൾക്കാതെ പോകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില സ്പെല്ലിങ്സ് ഒക്കെ നമ്മൾ പറയുമ്പോൾ പ്രത്യേകിച്ചും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇപ്പൊ എഫ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് എസ് എന്ന് കേട്ടെന്നിരിക്കാം. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ക്ലിയർ ആക്കും. ഒന്നുകിൽ അത് കേൾക്കുന്നയാൾ പറയും, കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് പറയാമോ, അല്ലെങ്കിൽ എഫ് അല്ലേ എസ് അല്ലേ. അപ്പോൾ നമ്മളത് കേൾക്കുമ്പോൾ ഈ ആശയം വിനിമയം ചെയ്യുന്നയാൾക്ക് മനസ്സിലാകുകയാണ് അത് അത്ര ക്ലിയർ ആവുന്നില്ല. ഉടനെ നമ്മൾ എഫ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെ പറയും എഫ് ഫോർ ഫാൻ or F for Finland or S for Sikkim. So see, it is clear. It is made clear. So it is from the feedback we get the correct idea whether the message was communicated effectively or not. പ്രതികരണത്തിൽ നിന്നാണ് ആശയവിനിമയം ഫലപ്രദമായിരുന്നോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ പ്രതികരണം is a must in communication. ശരിയായ പ്രതികരണം വാർത്താവിനിമയത്തിൽ അല്ലെങ്കിൽ ആശയവിനിമയത്തിൽ വളരെയധികം അത്യാവശ്യമായ ഒരു ഘടകമാണ്. ഈ ഒരു തത്വം, പ്രതികരണം നൽകുക എന്ന തത്വം തീർച്ചയായിട്ടും നമ്മൾ പാലിച്ചിരിക്കണം. That's all about the 7th principle. Moving on to the 8th one. Principle of relevance. Relevance. അതായത് സാംഗത്യം, പ്രസക്തി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ വിനിമയം ചെയ്യുന്ന ആശയത്തിന് ആ വിനിമയം ചെയ്യുന്ന സമയത്ത് പ്രസക്തി ഉണ്ടായിരിക്കണം എന്ന് ചുരുക്കം. It must be a relevant message at the time of communication or the next few days or weeks of the communication. It must be relevant. കഴിഞ്ഞുപോയ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരു ആശയവിനിമയം ഇപ്പോൾ ചെയ്തതുകൊണ്ട് കാര്യമില്ല. ഇന്ന് കഴിഞ്ഞ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ ഇന്ന് വൈകുന്നേരം മറ്റൊരാൾക്ക് അതിൽ പങ്കെടുക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് വിവരം കൈമാറിയത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. സോ whatever we communicate is to be relevant. വളരെ പ്രസക്തമായ കാര്യങ്ങൾ മാത്രമേ ആശയവിനിമയത്തിൽ ഉൾപ്പെടുത്താവൂ. അതല്ല എങ്കിൽ അത് ആശയവിനിമയത്തെ പ്രതികൂലമായി ബാധിക്കും എന്ന് ചുരുക്കം. അതാണ് സാംഗത്യം അഥവാ റെലവൻസ്, പ്രിൻസിപ്പിൾ ഓഫ് റെലവൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So the 8th principle is principle of relevance. The 9th one, it is the principle of time consideration. സമയ കാല പരിഗണന എന്ന് നമുക്കതിനെ മലയാളത്തിൽ വിളിക്കാം. സമയ കാല പരിഗണന. നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിൾ ഓഫ് റെലവൻസുമായിട്ട് ഇതിന് വളരെ അടുത്ത ഒരു ബന്ധമുണ്ട്. സമയകാല പരിഗണന എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്കൂൾ കുട്ടികളോടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികളോടാണെങ്കിൽ നമ്മളെല്ലാവരും, എന്നെ കേൾക്കുന്ന എല്ലാവരും ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളായിരുന്നവരോ ഇപ്പോൾ വിദ്യാർത്ഥികളായിരിക്കുന്നവരോ ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു ഉദാഹരണം നിങ്ങൾക്ക് വേഗം മനസ്സിലാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ പറയാണ്. നമ്മൾ സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ ടൈം ടേബിൾ ക്രമീകരിക്കുമ്പോൾ കോർ സബ്ജക്റ്റുകൾക്കുള്ള ടൈം ടേബിള് നമ്മൾ കൂടുതലും സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്ന കുറച്ച് ഫ്രഷ് ആയിരിക്കുന്ന സമയത്തേക്ക് ക്രമീകരിക്കാറുണ്ട്. കുറച്ച് ലൈറ്റർ സബ്ജക്ട്സിന്റെ ടൈം ടേബിളുകൾ കുറച്ചുകൂടി അതായത് ഒരു ഉച്ച കഴിഞ്ഞുള്ള സമയത്തൊക്കെയാണ് നമ്മൾ ക്രമീകരിക്കുക. അതെന്തിനു വേണ്ടിയാണ്? സ്വീകർത്താവ് ഏറ്റവും ഫ്രഷ് ആയിരിക്കുന്ന സമയത്ത്, ഏറ്റവും റിസപ്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പകർന്നു കൊടുക്കുന്ന എന്തും മനസ്സിൽ തങ്ങി നിൽക്കും. അത് പഠിക്കാനും സ്വായത്തമാക്കാനും ഓർത്തിരിക്കാനും വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള കാരണം. അതേപോലെ നമ്മൾ ഒരു ആശയം മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കുന്നയാൾ എത്രമാത്രം അത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്നൊരു പരിഗണനയോടുകൂടി വേണം അത് പകർന്നു കൊടുക്കാൻ. അതർവൈസ് ദ കമ്മ്യൂണിക്കേഷൻ ബിക്കംസ് എ ഫെയില്യൂർ, എ മിസറബിൾ ഫെയില്യൂർ ഐ മസ്റ്റ് സേ. അല്ലെങ്കിൽ ആ ആശയവിനിമയം ഒരു പരാജയമായിരിക്കും.
that's all about the principle of time consideration. Coming to the 10th principle, that is the principle of language selection and control. ഭാഷ തിരഞ്ഞെടുക്കൽ, അതിൻ്റെ മേലുള്ള നിയന്ത്രണം. ഈ ഒരു തത്വം നമ്മൾ ഈ ആശയവിനിമയത്തിൽ പരിഗണിക്കുന്നത് ഇന്നത്തെ ജോലി സാഹചര്യങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. ഇന്ന് മിക്കവാറും മൾട്ടിനാഷണൽ കമ്പനികളുടെ കാലമാണ്. നമ്മൾ ജോലി തേടി ചെല്ലുമ്പോൾ നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്നവർ, ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ ചിലപ്പോൾ നമ്മുടെ നാട്ടുകാർ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്നുണ്ടാവാം. നമുക്ക് ചിലപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി അവിടെ വർക്ക് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായെന്നും വരാം. ഈ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു തൊഴിൽ സാഹചര്യത്തിൽ നമുക്ക് ആശയവിനിമയം ചെയ്യാതെ യാതൊരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആശയവിനിമയം ചെയ്യുന്നത് പരസ്പരം മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം, ഭാഷയിലായിരിക്കണം. അപ്പോൾ നമ്മളെ കേൾക്കുന്നയാൾക്ക് മനസ്സിലാകുന്ന ഭാഷ തിരഞ്ഞെടുക്കണം എന്ന് ചുരുക്കം. അത് കൃത്യമായി തിരഞ്ഞെടുക്കണം. അത് തന്നെയുമല്ല, ചിലപ്പോൾ നമ്മുടെ രാജ്യത്ത് വളരെ സ്വീകാര്യമായ ഒരു ശൈലി, ഒരു ഭാഷാ ശൈലി ഒരു പക്ഷേ മറ്റൊരു രാജ്യത്ത് സ്വീകാര്യമായി കൊള്ളണമെന്ന് ഇല്ല. അതും കൂടി നമ്മൾ കണക്കിലെടുത്ത് നമ്മുടെ ഭാഷയിലൂടെയുള്ള ആശയവിനിമയത്തെ നിയന്ത്രിക്കണം. ഫലപ്രദമായ ആശയവിനിമയം നടക്കണമെങ്കിൽ ശരിയായ ഭാഷ, ആ ഭാഷയുടെ ശരിയായ ഉപയോഗം, അതിൻ്റെ ശരിയായ ശൈലി തുടങ്ങിയവയെല്ലാം നമ്മൾ കണക്കിലെടുക്കണം എന്ന് ചുരുക്കം. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് പ്രിൻസിപ്പിൾ ഓഫ് ലാംഗ്വേജ് സെലക്ഷൻ ആൻഡ് കൺട്രോൾ. അതിൻ്റെ ഉദാഹരണമായിട്ട് നമുക്കറിയാം, ബാബേൽ എന്ന് പറയുന്ന സ്ഥലത്ത് സംഭവിച്ചത് എന്താണ് എന്ന് പറയുന്ന ആ ഒരു ബൈബിൾ കഥ നമുക്കറിയാം. പല ഭാഷകളുടെ ആവിർഭാവത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് അങ്ങനെയാണ്. ദൈവം ഇറങ്ങി വന്നു, അഹങ്കാരികളായ മനുഷ്യര് ഒരു ഗോപുരം പണിയാം, കോട്ടയുണ്ടാക്കാം, നമ്മളെ സുരക്ഷിതരാക്കാം എന്നൊക്കെ പറയുന്നത് കണ്ടപ്പോൾ നാം ഇവരുടെ ഭാഷ ഇപ്പോൾ ഭിന്നിപ്പിക്കണം എന്ന് തീരുമാനിക്കുകയാണ്. ഭാഷ ഭിന്നിച്ചതോടുകൂടി അവർക്ക് ആ പണി പിന്നീട് പൂർത്തീകരിക്കാൻ പറ്റാതെയായി എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഭാഷയെ പറയുന്നത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള താക്കോൽ എന്നാണ്. ബന്ധിക്കപ്പെട്ട ഒരു ജനതയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള താക്കോലാണ് ഭാഷ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഭാഷ ആശയവിനിമയത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഘടകമാണെന്നിരിക്കെ ഭാഷ കൃത്യമായി തിരഞ്ഞെടുക്കുന്നതും അതിലെ ശൈലികൾ സ്വീകാര്യമായ രീതിയിൽ ഉപയോഗിക്കുന്നതും തീർച്ചയായും ആശയവിനിമയത്തിൻ്റെ ഫലപ്രാപ്തിക്ക് ഒരു അവിഭാജ്യ ഘടകമാണ്. സോ വൺസ് മോർ, ഇന്ന് നമ്മൾ കണ്ട തത്വങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് അറ്റൻറ്റീവ്നെസ് ഓർ അലേർട്ട്നെസ്, പ്രിൻസിപ്പിൾ ഓഫ് ഫീഡ്ബാക്ക്, പ്രിൻസിപ്പിൾ ഓഫ് റെലവൻസ്, പ്രിൻസിപ്പിൾ ഓഫ് ടൈം കൺസിഡറേഷൻ ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ലാംഗ്വേജ് സെലക്ഷൻ ആൻഡ് കൺട്രോൾ. അങ്ങനെ നമ്മളിപ്പോൾ ഒരു ആശയവിനിമയം ഫലപ്രദമാക്കാനുള്ള 10 തത്വങ്ങളും കണ്ടുകഴിഞ്ഞു. വരുന്ന എപ്പിസോഡിൽ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയുടെ ഘടകങ്ങൾ എന്തൊക്കെയാണ്, ആ പ്രക്രിയ എന്താണ് എന്ന് വിശദമായി പരിശോധിക്കാം. അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കുക, സുഖമായിരിക്കുക.